കർക്കിടകക്കഞ്ഞി സേവ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അന്യം നിന്നുപോയ ഒരു സമ്പ്രദായമായിരുന്നു എങ്കിൽ കൂടി അത് വളരെ കാലങ്ങളായിട്ട് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി വളരെയധികം പേര് കർക്കിടകക്കഞ്ഞി ഈ കർക്കിടക മാസകാലത്ത് സേവിക്കുക പതിവുണ്ട്. പച്ചമരുന്നുകളുടെ ലഭ്യതയൊക്കെ കുറഞ്ഞതും അതുപോലെ നമുക്കിതൊക്കെ ശേഖരിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ജോലിപരമായിട്ടും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഈ കർക്കിടകക്കഞ്ഞി കിറ്റുകളായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. കർക്കിടകക്കഞ്ഞി കിറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൽ വെച്ചിരിക്കുന്ന ഔഷധങ്ങളും അരിയും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. അതിൽ ഞവരേരി, തവിട് കളയാത്ത ഞവരേരി അതിനകത്ത് വച്ചിട്ടുണ്ട്. ആ ഞവരേരി എന്ന് പറയുന്ന വ്രീഹിധാന്യങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ ബലവർദ്ധകമായിട്ടുള്ളതാണ്. അതുപോലെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് തവിടിലൊക്കെ അടങ്ങിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും കിട്ടാൻ സാധ്യത ഉള്ളൂ. ബി വൈറ്റമിൻസൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ അതിൽ ചേർക്കുന്ന ചതച്ച മരുന്നുകൾ, കഷായ മരുന്നുകളിൽ തഴുതാമ, ഞെരിഞ്ഞിൽ, വയൽച്ചുള്ളി തുടങ്ങിയിട്ടുള്ള ഡയൂറിറ്റിക് ആയിട്ടുള്ള മെഡിസിൻസ്, അത്തരത്തിലുള്ള മരുന്നുകളും അതുപോലെ ഈ സമയത്ത് കൂടുന്ന രീതിയിലുള്ള വാതരോഗങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ഒക്കെ ചേർത്താണ് കഷായ മരുന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉലുവയാശാളി അതിൽ ചേർത്തിരിക്കുന്നതും നമ്മുടെ അഗ്നിദീപ്തിയെ കൂട്ടുന്ന രീതിയിലുള്ള ചുക്കുമുളക്, തിപ്പിലി, ഏലത്തരി, ഇലവർഗ്ഗം തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ സൂക്ഷ്മചൂർണമായിട്ട് പൊടിച്ച് ചേർത്ത് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഈ കഷായ മരുന്നുകളും ഒക്കെ ചേർത്ത് നമ്മൾ രുചികരമായിട്ട് തന്നെ നമുക്ക് പാകം ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഇത്തരത്തിലുള്ള മരുന്ന്, ഈ ഔഷധക്കഞ്ഞി സേവ കൊണ്ട് പല രീതിയിലുള്ള വാതാനുബന്ധ രോഗങ്ങൾ മാറാനും അതുപോലെ നമ്മുടെ ശരീരബലത്തെ കൂട്ടുവാനും രോഗപ്രതിരോധ ശക്തിയെ കൂട്ടുവാനും ഒക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ്. കുഞ്ഞുങ്ങൾ തുടങ്ങി മുതിർന്നവർക്ക് വരെ അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരളവിൽ കൊടുക്കാവുന്നതാണ്.